ഇസ്രായേലിന് മാരക ആയുധങ്ങൾ നൽകുന്നത് നിർത്തിവെക്കുമെന്ന് ബൈഡൻ പ്രഖ്യാപിച്ചിരിക്കുന്നു. തുർക്കി ഇസ്രായേലുമായുള്ള വ്യാപാരം പൂർണ്ണമായും നിർത്തിവച്ചിരിക്കുകയാണ്. നെതന്യാഹുവിനെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കാൻ രാജ്യാന്തര ക്രിമിനൽ കോടതി ICC ശ്രമം തുടരുന്നു. ലോകമെമ്പാടുമുള്ള ക്യാമ്പസുകൾ ഇസ്രായേലിനെതിരെ ഒച്ചവെക്കുന്നു. ഫലസ്തീന് സ്വതന്ത്ര പദവി നൽകാനുള്ള നീക്കത്തിന് UN ജനറൽ അസംബ്ലി പച്ചക്കൊടി കാട്ടുന്നു. അയർലൻഡും സ്പെയിനും ഉൾപ്പെടെ നിരവധി യൂറോപ്യൻ രാജ്യങ്ങൾ ഫലസ്തീനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കുന്നു. ഗസയിൽ പിടഞ്ഞു വീണ 40,000-ഓളം ഫലസ്തീനികളുടെ രക്തത്തിൻ്റെ വില എന്താണ് എന്ന ചോദ്യത്തിനുള്ള ഉത്തരങ്ങളാണിത്. ഫലസ്തീൻ പ്രശ്നം അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ ലോകം മനസ്സിലാക്കാൻ തുടങ്ങുകയാണ്. ദേശാന്തരത്തിലേക്ക് സ്വാഗതം. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു വലിയ പ്രതിസന്ധിയെയാണ് ഇപ്പോൾ അഭിമുഖീകരിക്കുന്നത്. 7 മാസം മുമ്പ് തുടങ്ങിയ യുദ്ധം ഒരു ലക്ഷ്യവും നേടാത്തതിനാൽ അവസാനിപ്പിക്കാൻ കഴിയുന്നില്ല. ഇസ്രായേലിൻ്റെ നയങ്ങൾക്കെതിരെയും നെതന്യാഹുവിനെതിരെയും ഏറ്റവും വലിയ പ്രക്ഷോഭം നടക്കുന്നത് ഇസ്രായേലിൽ തന്നെയാണ്. ടെൽ-അവീവിലും ജെറുസലേമിലും ഇസ്രായേലിൽ മുഴുക്കയും ലക്ഷക്കണക്കിന് പേർ തെരുവിലിറങ്ങി തോറ്റുപോകുന്ന ഈ യുദ്ധം ഉടനെ നിർത്തൂ എന്ന് അലമുറയിടുന്നു. അക്രമാസക്തരായ ജനത്തെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. തനിക്കെതിരായ രോഷവും പ്രതിഷേധവും ഭയന്ന് നെതന്യാഹുവിന് ഇസ്രായേലിലെ ഒരു പൊതുചടങ്ങിലും പങ്കെടുക്കാനാകുന്നില്ല. കൊല്ലപ്പെടുന്ന സൈനികരുടെ ശവസംസ്കാര ചടങ്ങുകളിൽ പോലും പങ്കെടുക്കാനാകാതെ അവരുടെ കുടുംബങ്ങളെ അനുശോചിക്കാൻ പോലും കഴിയാതെ നെതന്യാഹു ബുദ്ധിമുട്ടുകയാണ്. ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ഇസ്രായേലികളുടെ എണ്ണം വലുതാണ്. 216 ദിവസത്തെ മാത്രം കണക്കെടുക്കുമ്പോൾ 711 സൈനിക ഓഫീസർമാരാണ് ഇസ്രായേലിന് നഷ്ടമായത്. സുരക്ഷാ സേനയിലെ മറ്റു അംഗങ്ങൾ ഉൾപ്പെടെ മറ്റു 822 പേർ കൂടി കൊല്ലപ്പെട്ടു. ഇവരെല്ലാം എന്തിനു കൊല്ലപ്പെട്ടു എന്ന ചോദ്യത്തിന് നെതന്യാഹുവിൻ്റെ കയ്യിൽ ഉത്തരമില്ല. യുദ്ധലക്ഷ്യങ്ങളൊന്നും നെതന്യാഹു നേടിയിട്ടില്ല. ബന്ദികളെ മോചിപ്പിക്കാനോ ഹമാസിനെ ഇല്ലാതാക്കാനോ കഴിഞ്ഞിട്ടില്ല. ഈ ലക്ഷ്യങ്ങൾ നേടാതെ യുദ്ധം നിർത്തിയാൽ പിന്തുണ പിൻവലിക്കും എന്ന് ഭീഷണി മുഴക്കുകയാണ് സഖ്യകക്ഷികളായ തീവ്ര ജൂത പാർട്ടികൾ. പിന്നെ എങ്ങനെയാണ് നെതന്യാഹുവിന് യുദ്ധം നിർത്താനാവുക? അങ്ങനെയാണ് ഇസ്രായേൽ റഫയിൽ അധിനിവേശം നടത്തുന്നത്. ഗസയിൽ വെടിനിർത്തലിനായി ഹമാസ് സന്നദ്ധമായിട്ടും റഫയിൽ കരയാക്രമണത്തിനൊരുങ്ങുകയായിരുന്നു ഇസ്രായേൽ. ഗസയുടെ തെക്കൻ അതിർത്തിയാണ് റഫ. ഗസയുടെ മറ്റു ഭാഗങ്ങളിലെല്ലാം ബോംബിട്ട് വീടുകൾ തകർത്തപ്പോൾ അവസാനത്തെ അഭയസ്ഥാനം എന്ന നിലയ്ക്ക് 15 ലക്ഷം പേരാണ് ഇവിടെ ടെൻറ്റ് കെട്ടി പാർത്തിരുന്നത്. കഴിഞ്ഞയാഴ്ച ഇസ്രായേൽ സേന ഇവരോട് അവിടെ നിന്നും ഓടിപ്പോകാൻ ഭീഷണി മുഴക്കി. അവസാനത്തെ അതിർത്തിയും കടന്ന് എവിടേക്ക് പോകാനാണ് എന്ന് ചോദിക്കുകയാണ് റഫയിലുള്ള ലക്ഷക്കണക്കിന് പേർ. ഗസയിലേക്കുള്ള ഏക സഹായ വഴിയായ റഫ ക്രോസിംഗിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്ത ഇസ്രായേൽ സേന അത് അടച്ചുപൂട്ടി. അതോടെ ഗസയിലേക്കുള്ള എല്ലാ സഹായങ്ങളും നിലച്ചു. അതിനുശേഷമായിരുന്നു റഫയിലുടനീളം ഇസ്രായേലിൻ്റെ ബോംബിംഗ്. പിഞ്ചു കുഞ്ഞുങ്ങൾ തന്നെയായിരുന്നു കൊല്ലപ്പെട്ടവരിൽ അധികവും. ഓരോ ദിവസവും റഫയിൽ ഇസ്രായേൽ ആക്രമണം ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഇസ്രായേലിന് മാരക ആയുധങ്ങൾ നൽകുന്നത് അമേരിക്ക നിർത്തിവെച്ചത്. 2000 പൗണ്ടിൻ്റെയും 500 പൗണ്ടിൻ്റെയും മാരക ബോംബുകളുടെ കയറ്റുമതിയാണ് US തടഞ്ഞിരിക്കുന്നത്. ഗസയിൽ 40,000-ഓളം മനുഷ്യരെ കൊന്നൊടുക്കിയ ആയുധങ്ങളിൽ ഭൂരിഭാഗവും എത്തിയത് അമേരിക്കയിൽ നിന്നാണ്. സൈനിക നടപടി റഫയിലേക്ക് നീട്ടാൻ നെതന്യാഹു നിർദ്ദേശം നൽകിയാൽ അതിനുള്ള വെടിക്കോപ്പുകൾ US നൽകില്ല എന്ന് CNN ചാനലുമായുള്ള അഭിമുഖത്തിലാണ് ബൈഡൻ ആദ്യമായി അറിയിക്കുന്നത്. സൈനിസത്തോട് 100% കൂറ് പ്രഖ്യാപിക്കുകയും ഗസ യുദ്ധത്തിൻ്റെ തുടക്കം മുതൽ തന്നെ ഇസ്രായേലിനെ പിന്തുണയ്ക്കുകയും ചെയ്യുന്ന ബൈഡൻ ആദ്യമായാണ് ഇത്തരമൊരു പരസ്യ പ്രസ്താവന നടത്തുന്നത്. അമേരിക്കയിൽ ഇത് തെരഞ്ഞെടുപ്പ് വർഷമാണ്. യുവാക്കളിൽ ഭൂരിഭാഗം പേരും ബൈഡൻ്റെ ഗസ നയത്തോട് വിയോജിക്കുന്നു എന്ന് സർവേ ഫലങ്ങൾ വ്യക്തമാക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ബൈഡൻ നയം മാറ്റാൻ നോക്കുന്നത്. ശക്തമായി അടിച്ചമർത്താൻ നോക്കിയിട്ടും US ക്യാമ്പസുകളിലെ ഇസ്രായേൽ വിരുദ്ധ സമരങ്ങൾ കെട്ടടങ്ങിയിട്ടില്ല. അവിടുത്തെ കോളേജുകളിൽ ബിരുദദാന ചടങ്ങുകൾ നടക്കേണ്ട സമയമാണ്. പക്ഷേ പ്രക്ഷോഭം കാരണം മിക്കയിടത്തും ഈ ചടങ്ങുകൾ മാറ്റിവെച്ചിരിക്കുകയാണ്. ലോകത്താകെയുള്ള ക്യാമ്പസുകളിൽ ഇസ്രായേലിനെതിരെ പ്രക്ഷോഭം തുടരുകയും ചെയ്യുന്നു. യൂറോവിഷൻ സംഗീത പരിപാടി വരെ പ്രതിഷേധത്തിൻ്റെ വേദിയായി മാറി. ലോകത്തിൻ്റെ മനസ്സാക്ഷി ഇസ്രായേലിനെതിരാകുന്നു എന്നതിൻ്റെ മറ്റൊരു സുപ്രധാന തെളിവായിരുന്നു കഴിഞ്ഞയാഴ്ച UN ജനറൽ അസംബ്ലിയിൽ നടന്ന ഒരു പ്രമേയത്തിലെ വോട്ടെടുപ്പ്. ഫലസ്തീന് UN കൂടുതൽ അവകാശങ്ങളും പദവികളും ലഭിക്കുന്ന പ്രമേയം UN പൊതുസഭയിൽ 143 അംഗരാജ്യങ്ങളുടെ പിന്തുണയോടെ പാസ്സായി. അമേരിക്കയും ഇസ്രായേലും ഉൾപ്പെടെ എതിർത്ത് വോട്ട് ചെയ്തത് 9 രാജ്യങ്ങൾ മാത്രമായിരുന്നു. ഫലസ്തീന് ലഭിച്ച അസാധാരണമായ ഈ പിന്തുണയിൽ UN ഇസ്രായേൽ പ്രതിനിധിക്ക് വിരളി പിടിക്കുന്ന കാഴ്ചയും വോട്ടെടുപ്പിനിടെ ലോകം കണ്ടു. ഫലസ്തീന് ഐക്യരാഷ്ട്രസഭയിൽ പൂർണ്ണ അംഗത്വം ലഭിക്കുന്നതിനുള്ള ആദ്യ ചുവടുവയ്പ്പാണ് ഈ പ്രമേയം. ഇനി UN സെക്യൂരിറ്റി കൗൺസിലിൽ കൂടി പ്രമേയം പാസ്സായാൽ ഫലസ്തീന് സ്വതന്ത്ര രാജ്യം എന്ന പദവി നേടാനാകും. അയർലൻഡും സ്പെയിനും ഫലസ്തീനെ സ്വതന്ത്ര രാജ്യമായി കഴിഞ്ഞ ദിവസം അംഗീകരിച്ചു. ബെൽജിയം, സ്ലൊവേനിയ തുടങ്ങി യൂറോപ്യൻ യൂണിയനിലെ കൂടുതൽ രാജ്യങ്ങൾ ഫലസ്തീൻ അനുകൂലമായി രംഗത്തുവരും എന്ന് പ്രഖ്യാപിച്ചത് യൂറോപ്യൻ യൂണിയൻ വിദേശകാര്യ മേധാവി ജോസഫ് ബോറൽ തന്നെയാണ്. 7 മാസമായി ഗസക്കാർ സഹിച്ച ദുരിതങ്ങളുടെ ഫലം ഇതുതന്നെയാണ്.
ലോകമാകെ ഇസ്രായേലിനെതിരെയുള്ള പ്രക്ഷോഭം കനക്കുമ്പോൾ സയനിസ്റ്റ് ബുദ്ധിജീവികൾ തന്നെ ആശ്ചര്യം കൂറുന്നത് യുക്രൈനെതിരെ യുദ്ധം ചെയ്യുന്ന റഷ്യക്കെതിരെ എന്തുകൊണ്ടാണ് ലോക ക്യാമ്പസുകൾ ഇളകാത്തത്, ഉയ്ഗൂർ വംശഹത്യയിൽ ചൈനക്കെതിരെ ലോകമൊന്നാകെ ശബ്ദിക്കാത്തതെന്ത് എന്നെല്ലാം ചോദിച്ചാണ്. ഇസ്രായേലിന്റെ ക്രൂരത 75 വർഷത്തിലേറെ കാലമായി തുടരുന്നതാണ്. ഗസ യുദ്ധം അവസാനിപ്പിക്കുമ്പോൾ പൂർണ്ണമായും തകർന്നു വീഴുന്നത് ഇക്കാലമത്രയും ഇസ്രായേൽ കെട്ടിപ്പൊക്കിയ നുണക്കോട്ടയുടെ അടിത്തറ തന്നെയാകും. ഫലസ്തീനികളുടെ ജനിച്ച മണ്ണിന്റെ അവകാശം എന്നത്തേക്കാളും ഉയരത്തിൽ ഇപ്പോൾ നിൽക്കുകയാണ്. ഇസ്രായേൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ സുരക്ഷാ ഭീഷണി നേരിടുന്നു. ലോകത്താകെയുള്ള യുവതലമുറ ഇസ്രായേലിന്റെ അസ്തിത്വം തന്നെ ചോദ്യം ചെയ്തു തുടങ്ങിയിരിക്കുന്നു.